ഹലോ ഗൈസ്, ജെഫോട്ടെക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വീഡിയോ എങ്ങനെ വൈറലാക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്, ഇന്നത്തെ കണ്ടന്റ്. അപ്പോൾ എല്ലാവരും, എല്ലാ യൂട്യൂബേഴ്സും, സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പിലുള്ള യൂട്യൂബേഴ്സ് അടക്കം തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വീഡിയോസ് എങ്ങനെ കൂടുതലായിട്ട് വൈറലാക്കി എടുക്കാം എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 18 അടവും പരീക്ഷിക്കും. അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാ അടവും പരീക്ഷിക്കും, എല്ലാ യൂട്യൂബേഴ്സിനെയും കോൺടാക്ട് ചെയ്യും, അവരുടെ അടുത്തുള്ള ട്രിക്കുകളെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ടും നമ്മുടെ വീഡിയോ വൈറലാകുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ എൻ്റെ മെയിൻ ചാനലിനകത്ത്, ഞാൻ ഇപ്പോൾ ഒരു ടെക് ചാനൽ നടത്തുന്നുണ്ടല്ലോ, നിങ്ങളിപ്പം വീഡിയോ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ മെയിൻ ചാനലിനകത്ത് ഞാൻ വീഡിയോ വൈറലാക്കാൻ വേണ്ടി ഞാൻ 1.5 കൊല്ലം 18 അടവ് നോക്കിയായിരുന്നു. എല്ലാ രീതിയിലും ഹാഷ്ടാഗ് കൊടുത്തു, തമ്പനയിൽ കൊടുത്തു, ക്യാപ്ഷൻ കൊടുത്തു, അങ്ങനെ എല്ലാ സംഭവം കൊടുത്തു. പക്ഷെ നമ്മുടെ വീഡിയോ വൈറലാകുന്നില്ല. അതേസമയം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ തന്നെ ചാനൽ തുടങ്ങിയതാണ്. അപ്പം ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടി സാധാ പോലെ വീഡിയോ ചെയ്തു. അവൾ എന്നെ പോലെ തന്നെ ഹാഷ്ടാഗ് കൊടുക്കുന്നില്ല, തമ്പനയിൽ മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല, കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അവളുടെ വീഡിയോ ഒരു ദിവസം പെട്ടെന്ന് വൈറലായി. അതായത് ഏകദേശം ഒരു 1 മില്യൺ, 10 ലക്ഷം 12 ലക്ഷം വ്യൂ പോയി. ഷോർട്ടിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു 10-12 ലക്ഷം വ്യൂ പോയി. എന്നെ പറ്റിയെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. പക്ഷേ അതിന് ശേഷമുള്ള വീഡിയോയ്ക്ക് അവൾ നല്ല കണ്ടന്റ് കൊടുക്കാൻ തുടങ്ങി, നല്ല തമ്പനയിൽ കൊടുക്കാൻ തുടങ്ങി. അവളോട് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു, അതിന് ശേഷമുള്ള വീഡിയോയ്ക്ക് നല്ല തമ്പനയിൽ കൊടുക്കാൻ തുടങ്ങി. പക്ഷേ അതിന് ശേഷമുള്ള എല്ലാ വീഡിയോയും അവളുടെ വൈറലായി. അവളിപ്പം, ഞാൻ പേര് പറയുന്നില്ല, ഇപ്പം കേരളത്തിലെ തന്നെ നല്ലൊരു യൂട്യൂബറാണ്. അതായത് എൻ്റെ ചാനൽ ഇപ്പം 1,07,000 സബ്സ്ക്രൈബേഴ്സ് നിൽക്കുന്ന സമയത്ത് അവളുടെ ചാനലിൽ ഏകദേശം 1 മില്യൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ പേര് പറയുന്നില്ല ആളുടെ. അപ്പോൾ ഗൈസ്, സംഭവം എന്താണെന്നുണ്ടെങ്കിൽ, വീഡിയോ വൈറലാകുന്നത് ഒരു സമയത്ത് വീഡിയോ വൈറലാകുന്നതാണ്. അതായത് നമ്മൾ ഒന്ന് എത്ര പ്രശസ്തരായ യൂട്യൂബറോട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടല്ല ആദ്യത്തെ എൻ്റെ വീഡിയോ വൈറലായത്. അത് സത്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന വീഡിയോ വൈറലാകുന്നത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടായിരിക്കില്ല. അതൊരു സമയത്ത് വൈറലാകുന്നതാണ്. അതൊരു ലക്കിയാണ്. ആ സമയത്ത് വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഓട്ടോമാറ്റിക് റീച്ച് ആവും. ഈ വൈറലാകാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കൊടുക്കുന്ന തമ്പനയിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ യൂട്യൂബ് കുറേ ആൾക്കാരുടെ അടുത്തോട്ട് നമ്മളത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തമ്പനയിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കയറി കണ്ട് കഴിയുന്ന കണ്ടന്റ്, ആ കണ്ടന്റ് ഒരു വീഡിയോയുടെ പകുതിയുടെ മേലെ നമ്മൾ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഞാനൊരു കണ്ടന്റ് ക്ലിക്ക് ചെയ്ത് ഒരു വീഡിയോൻ്റെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പകുതിക്ക് മുകളിൽ ഞാനത് വാച്ച് ചെയ്യുന്നത്, അതായത് 6 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ഒരു 4 മിനിറ്റോളം നമ്മൾ ആ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്യൂബ് പിന്നെയും അതിൻ്റെ റെക്കമെൻഡേഷൻ അയക്കും കൂടുതൽ ആൾക്കാർക്ക്. അതിൻ്റെ ക്ലിക്ക് റേറ്റ്, അതായത് നമ്മൾ വീഡിയോ ചെയ്ത് ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ക്ലിക്ക് റേറ്റ് കൂടുതലാണെങ്കിൽ യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡേഷൻ ആൾക്കാർക്ക് അയക്കും. ഒരു യൂട്യൂബറും വീഡിയോ വൈറലാക്കണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ആയിരിക്കില്ല ഒരിക്കലും വൈറലായിട്ടുണ്ടാവുക. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ, നമ്മളിപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ ചെയ്തു പോകുന്നതിനിടയ്ക്ക് ഒറ്റ വീഡിയോ വൈറലാവും. ആ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വരുന്ന വീഡിയോസ് എല്ലാം വൈറലാവും. കാരണം നമ്മളൊരു വീഡിയോ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെയുള്ള വീഡിയോസ് ആൾക്കാർ കാണും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്നത്. നമ്മളെ യൂട്യൂബ് റെക്കമെൻഡേഷൻ അയക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല, ഒരുപാട് പുറമെയുള്ള ആൾക്കാർക്ക് റെക്കമെൻഡേഷൻ അയക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് വീഡിയോ വൈറലായി കഴിഞ്ഞാൽ, ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെയുള്ള വീഡിയോസ് നല്ല വീഡിയോസ് ആണെങ്കിൽ അതിന് കൂടുതലായിട്ട് വൈറലാകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീഡിയോ വൈറലാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും ചില ആൾക്കാർ നമ്മുടെ വീഡിയോ ഒന്ന് വൈറൽ ആയിക്കോട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല ഓഡിയോ മറ്റേ വീഡിയോ ക്വാളിറ്റി, അതായത് പിന്നെ നമ്മൾ എഡിറ്റിംഗ് ചെയ്യുന്ന രീതി, നമ്മൾ തമ്പനയിൽ കൊടുക്കുന്ന രീതി, ഇതൊക്കെ നമ്മൾ കുറച്ചൊന്ന് വൈറലാകുന്ന വരെ ഇങ്ങനെയൊക്കെ പോട്ടെ. വൈറലായതിനു ശേഷം നമുക്ക് കൂടുതലായിട്ട് ബെറ്റർ ആക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് യൂട്യൂബേഴ്സിൽ കൂടുതലും. അതായത് തുടക്കക്കാരായ യൂട്യൂബേഴ്സിൽ കൂടുതലായിട്ട് നമ്മളെല്ലാം സെറ്റായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ വീഡിയോ വൈറലാകണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ വീഡിയോ സ്പോട്ടിൽ ഏതെങ്കിലും ഒരു സമയത്ത്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്, നമ്മൾ വീഡിയോ വൈറലാകാൻ വേണ്ടി ഇടുന്നതായിരിക്കില്ല, പക്ഷേ ആ ഒരു സമയത്ത് വീഡിയോ വൈറലാവും. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ചാനൽ, എൻ്റെ മെയിൻ ചാനലായ ജിജോസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്താൽ നോക്കി അറിയാം. ഞാൻ സാധാരണ എല്ലാ ദിവസവും ഞങ്ങൾ ഷോർട്ട് വീഡിയോ ഇടലുണ്ട്. അതായത് ഞാൻ എൻ്റെ വൈഫും കൂടെ ഫണ്ണി ഷോർട്സ് ആണ് അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഫാമിലി വ്ലോഗ് ചാനലാണ്. പക്ഷേങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നത് തന്നെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു. ഒരു ദിവസം രാത്രി ഞാൻ സാധാരണ ഒരു അന്നേരമൊക്കെ ആ സമയത്ത് ഒരു 7:30 ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു. ഒരു ഫണ്ണി ഷോർട്സ് ആയിരുന്നു. ആ ഷോർട്സ് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ആ ഷോർട്സിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഏകദേശം
ഒരു 7 ലക്ഷം വ്യൂ പോയി ഒറ്റ ദിവസം രാത്രി. ഒരു ദിവസം 7:30 അപ്ലോഡ് ചെയ്തു. പക്ഷെ ഞാൻ കിടക്കുന്ന ഒരു 10 മണിക്ക് കിടക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ ആ ഷോർട്സിന്റെ വ്യൂ 1200 1300 വ്യൂ ഉള്ളായിരുന്നു. പക്ഷെ രാവിലെ എണീറ്റ് നോക്കിയ സമയത്ത് ആ ഷോർട്സിന്റെ വ്യൂ എന്ന് പറയുമ്പോൾ 7 ലക്ഷം 7 ലക്ഷം വ്യൂ പോയി. പിന്നെ അത് ഒരാഴ്ച കൊണ്ട് ആ ഷോർട്സ് റൺ ചെയ്തു. ആ ഷോർട്സ് റൺ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി. ഒരൊറ്റ ഷോർട്സിന്റെ മുകളിൽ നിന്ന് എനിക്ക് കിട്ടിയത് 30,000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഒറ്റ ഷോർട്സിന്റെ മുകളിൽ നിന്ന്. അത് ഒരു വീഡിയോ വൈറലായതുള്ളൂ. പക്ഷേ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഷോർട്സ് പിന്നെ പോയി നിൽക്കുന്നത് 26 മില്യൺ വ്യൂവേഴ്സിലാണ്. എൻ്റെ ഫാമിലി വ്ലോഗിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, വേറെ ആരും നിങ്ങൾക്ക് കയറി സെർച്ച് ചെയ്ത് നോക്കി അറിയാം. പോപ്പുലർ വീഡിയോ ഷോർട്സിന്റെ പോപ്പുലർ വീഡിയോ എടുത്ത് നോക്കി അറിയാം. 26 മില്യൺ പോയി ആ ഷോർട്സ്. 26 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 2.5 കോടി വ്യൂ പോയി ഒറ്റ ഷോർട്സിന്റെ മുകളിൽ. അതിനുശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ വൈറലായിരുന്നു. അതായത് നമ്മളൊരു ഒറ്റ ഷോട്ട് വൈറലായി. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മൊത്തം വൈറലായിരുന്നു. അതായത് പിന്നെ എനിക്ക് ഒരുപാട് വൈറൽ വീഡിയോ കിട്ടി. അപ്പോൾ നമ്മുടെ ചാനൽ കുറച്ച് ഗ്രോ ആയി. പിന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂ വന്നു. സാധാരണ എനിക്ക് അതിന് മുമ്പ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്കൊക്കെ 1200 1300 വ്യൂ ഉള്ളായിരുന്നു നമ്മുടെ ഷോർട്സിന്. പക്ഷേങ്കിൽ അതിനുശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്കൊക്കെ 1 ലാക്ക് 2 ലാക്ക് വ്യൂ ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അതാണ് നമ്മുടെ ഒരൊറ്റ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വൈറലായി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വരുന്ന വീഡിയോസും വൈറലാകാൻ തുടങ്ങും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യണം. നമ്മളെ ഓഡിയോ ക്വാളിറ്റി റെഡി ആയിരിക്കണം. നമ്മൾ സംസാരിക്കുന്നത് ഐ കോണ്ടാക്ട് വേണം. അതായത് നമ്മളിപ്പം ടെക് ചാനലല്ല, മറ്റേ ഫാമിലി വ്ലോഗെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മൾ പിടിക്കുന്ന വീഡിയോ അതായത് ആൾക്കാർക്ക് കാണാൻ തോന്നാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം വീഡിയോ കാണില്ല. അല്ല ഇങ്ങനെ പിടിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം വീഡിയോ കാണുന്നില്ല. എൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. നമ്മൾ ഐ കോണ്ടാക്ട് വേണം. ഐ കോണ്ടാക്റ്റോടെ സംസാരിക്കണം. പിന്നെ വീഡിയോയുടെ ക്വാളിറ്റി നല്ലതായിരിക്കണം. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഓഡിയോ ക്വാളിറ്റി നല്ലതായിരിക്കണം. പിന്നെ നമ്മൾ ഇടുന്ന തമ്പനയിൽ ആൾക്കാർ ക്ലിക്ക് റേറ്റ് കിട്ടാൻ വേണ്ടി തമ്പനയിൽ അടിപൊളിയായിരിക്കണം. പിന്നെ അതുപോരാഞ്ഞ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പ്, നമ്മളിപ്പം ഫോണിനകത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഫോണിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആപ്പിൽ എഡിറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ചിലപ്പം വീഡിയോയുടെ ക്വാളിറ്റി നഷ്ടപ്പെടാം ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ക്വാളിറ്റി പരമാവധി അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന എഡിറ്റ് ചെയ്യുന്ന ആപ്പ് VN ആയാലും കൈൻമാസ്റ്റർ ആയാലും ഇൻഷോട്ട് ആയാലും ഏത് ആപ്പായാലും നമ്മൾ അത് വീഡിയോ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടുള്ള ക്വാളിറ്റിയിൽ HD ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം അങ്ങനെ നമ്മൾ കൂടുതൽ ആൾക്കാർ വ്യൂവിൽ കണ്ടിരിക്കും. അല്ലാണ്ട് വെറും ബ്ലറായിട്ടുള്ള വീഡിയോ ആരും കണ്ടിരിക്കാൻ പോകില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വീഡിയോ. അപ്പോൾ വീഡിയോ വൈറലാക്കാൻ വേണ്ടിയിട്ട്, എന്നെ സംബന്ധിച്ച് വീഡിയോ വൈറലാക്കാൻ വേണ്ടി നമ്മുടെ ആ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നല്ല പക്കയായിട്ട് വീഡിയോ ചെയ്യണം. വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വീഡിയോ വൈറലാവും. ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ പുറകെ വീഡിയോ വൈറലാവും. അത് 100% ഉറപ്പാണ്. എൻ്റെ അനുഭവമാണ്. എൻ്റെ ചാനൽ നിങ്ങൾ കയറി നോക്കി അറിയാം. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരുടെ കാര്യം ഞാൻ പറഞ്ഞു. അവളും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടല്ല. നിങ്ങൾ ഏത് യൂട്യൂബേഴ്സ്, എത്ര വലിയ പോപ്പുലറായ യൂട്യൂബേഴ്സിനോട് ചോദിച്ചാലും അറിയാം, അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടായിരിക്കുമല്ലോ അവരുടെ വീഡിയോ വൈറലായത്. പക്ഷേ അവർ തുടക്കം തൊട്ടേ അവർ നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസി അവരുടെ ചാനലുണ്ടാവും. ആ കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് എനിക്ക് ഒരുപാട് ഇപ്പം എന്താ പറയുക, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നമുക്ക് അറിയാലോ. വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്ന മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന തമ്പനയിൽ, നമ്മൾ ചെയ്യുന്ന ക്യാപ്ഷൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്തോളൂ, അറിയാണ്ട് ചെയ്തു പോകും. അപ്പം ഞാൻ ഈ ചാനലിലാണ് തന്നെ ഞാൻ ഈ തുടക്കം തൊട്ട് നല്ല രീതിയിൽ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നതാണ്. ഞാൻ 14 ദിവസം കൊണ്ട് നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ 1100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. 14 ദിവസം ആയതുള്ളൂ നമ്മുടെ ചാനൽ. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തുടക്കം തൊട്ട് എത്ര നല്ല രീതിയിൽ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ചെയ്ത് പോകുന്നോ അതിനനുസരിച്ച് നമ്മുടെ ചാനൽ റീച്ച് ആവും. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം നിങ്ങളുടെ വീഡിയോ റീച്ച് ആവും, ഷുവറാണ്. അത് റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം തൊട്ടേ നല്ല രീതിയിലുള്ള കണ്ടന്റ്, അതായത് നമ്മളിപ്പം ഒരു തമ്പനയിൽ നല്ലതാണെന്ന് വെച്ചിട്ട് നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാർ പെട്ടെന്ന് കട്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വൈറലാവില്ല. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ നല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും കണ്ടന്റ് നല്ലതായിരിക്കണം, തമ്പനയിൽ നല്ലതായിരിക്കണം. എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ വീഡിയോ വൈറലാവും. ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യം, ഒരു ദിവസം വീഡിയോ വൈറലാവും, ഷുവറായിട്ടാവും. അപ്പോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിറ്റേ ദിവസം തൊട്ടുള്ള വീഡിയോ നിങ്ങളുടെ വൈറലായിരിക്കും. പക്ഷേ ആ പിറ്റേ ദിവസം തൊട്ടുള്ള വീഡിയോയും നല്ല ക്വാളിറ്റിയിലും കണ്ടന്റിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം. അത് കട്ടാക്കി പോയി കഴിഞ്ഞാൽ, അതായത് അന്നത്തോടെ ആ ക്വാളിറ്റി നമ്മുടെ വീഡിയോ വൈറലായാലോ, എന്നാൽ പിന്നെ ഇനി എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് തോന്നുന്ന പോലെ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 വീഡിയോ ഒക്കെ പിന്നെ വൈറലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വീഡിയോസ് ഓട്ടോമാറ്റിക് ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ നല്ല ക്വാളിറ്റിയിലും ഞാൻ ഈ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഗ്രോ ആവുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞതാണ്, നമ്മുടെ മെയിൻ ചാനൽ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. അപ്പം വീഡിയോ വൈറലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്തിട്ടല്ല വൈറലാക്കും. നമ്മൾ കൺസിസ്റ്റൻസി എത്ര നമ്മുടെ ചാനലിലുണ്ടോ അതിനനുസരിച്ച് എത്രയും പെട്ടെന്ന് നമ്മുടെ വീഡിയോ വൈറലാകും. അപ്പം ഗൈസ്, നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ പിന്നെയും പറഞ്ഞ കാര്യമുണ്ട്, ഒരുപാട് വീഡിയോ പറയാനുണ്ട്. ഒരിക്കലും നിങ്ങൾ പൈസ കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സിനെ മേടിക്കുവോ, ഒരിക്കലും നിങ്ങളുടെ പൈസ കൊടുത്തിട്ട് നിങ്ങളുടെ വാച്ച് ടൈം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യരുത്. വാച്ച് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് 4000 വാച്ച് ടൈം ആയി കിട്ടാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് ഒരിക്കലും മേടിക്കുകയോ ചെയ്യരുത്. വീഡിയോ വൈറലാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങളുടെ ചാനൽ ഗ്രോ ആവൂല, താന്നു പോകുന്ന അല്ലാണ്ട് ഒരു കാര്യമില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിന്റെ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അകത്ത് അടി ചെയ്തേക്കാം. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നാളത്തെ വീഡിയോ കാണുന്നവരെ ബൈ.